ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് തീയലാണ്. അതിനാവശ്യമായി 1/2 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 1.5 കപ്പ്, 3 വലിയ പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ 1.5 കപ്പ് തേങ്ങ ചിരികി എടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പം നമുക്ക് തേങ്ങ വറുത്തെടുക്കുമ്പോൾ എളുപ്പം മൂത്ത് കിട്ടും. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് തേങ്ങ ആദ്യം വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ഒരു നോൺ സ്റ്റിക്കകത്തോട്ടിട്ട് ഇത് ഞാനൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പം എല്ലാ തേങ്ങയും ചിലപ്പോൾ ഒരു ലെവലാവും, എന്നിട്ട് എളുപ്പം മൂത്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ഈ തേങ്ങ വറക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാറില്ല. തേങ്ങയുടെ വെള്ളമെല്ലാം പറ്റി നമുക്കൊരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അത് ചേർക്കുന്നത്. നമ്മുടെ അങ്ങനെ ആരും ജീരകം ചേർക്കാറില്ല, പക്ഷേ ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കൊഞ്ച് കറിക്ക്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ലതുപോലെ ചുവന്ന ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ പരുവം മതി. നമുക്ക് ഇതിനകത്തിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഈ കൊഞ്ച് തീയലിനൊക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കുരുമുളക് പൊടി. ഇനി ഇത് നല്ലതുപോലെ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നതിന് തന്നെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമ്മളൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ച് ഇതിന് ചൂടാറണം. ഇങ്ങനെ ആ പാത്രത്തിൽ തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട്, പിന്നെ ഞാനിടുന്ന 2 വാളംപുളി ഇട്ട്, കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇനി നമുക്കിത് ചുവന്ന് അതിനകത്തിലേക്ക് നമുക്ക് എടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് എടുത്തിട്ട് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. കൊഞ്ച് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നാണ് വേവുന്നത്. കൊഞ്ചുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ വെന്തിട്ട് നമുക്കിന്ന് ചെറുതാക്കുന്ന അടച്ചു വെക്കാം. നമുക്കൊന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ കൊച്ചുള്ളി എല്ലാം കൂടെ നല്ലതുപോലെ വാടി വരണം. നല്ല ബ്രൗൺ കളറാവണം ചെറിയ ഉള്ളി. ഒന്നും കൂടെ നമുക്ക് അടച്ചു കൊടുക്കാം. നമ്മുടെ കൊച്ചുള്ളിയെല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. കൊഞ്ചും വെന്ത്. ഇനി നമുക്കിതിനകത്തിലേക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കാതാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ വേറൊരു ചുവന്ന കളറ് കിട്ടും. നമുക്കൊരു മെറൂൺ കളർ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ വെള്ളം ചേർക്കാതാണ് വറുത്തരച്ചത്. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിനകത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടതേ ഇല്ലായിരുന്നു, നമുക്ക് ഉപ്പിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കുറുകി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കണം. കറി അങ്ങനെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഒന്നുകൂടെ തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി കണ്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.